ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവിനെതിരായുള്ള അപകീർത്തിപരമായ പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ കോടതി നിർദ്ദേശം. ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ തോമസ് തറയിലിനെതിരെ ITI ന്യൂസ്, ITI പ്ലസ് എന്നീ യൂട്യൂബ് ചാനലുകളിലൂടെ തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശി സുനിൽ മാത്യു പ്രചരിപ്പിച്ച അപകീർത്തിപരമായ പരാമർശങ്ങൾ അടങ്ങിയ വീഡിയോ പിൻവലിച്ച് നീക്കം ചെയ്യണമെന്നും യൂട്യൂബിലൂടെയോ മറ്റ് നവമാധ്യമങ്ങളിലൂടെയോ ഇത്തരം സംഗതികൾ പ്രചരിപ്പിക്കുന്നതും പ്രസിദ്ധീകരിക്കുന്നതും നിരോധിച്ചുകൊണ്ടും തിരുവനന്തപുരം അഡീഷണൽ മുൻസിഫ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ലൂർദ് മാതാ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അവിടുത്തെ മുൻ അന്തേവാസി PVLC ഉന്നയിച്ച അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉൾപ്പെടുത്തി സുനിൽ മാത്യു തന്റെ ഉടമസ്ഥതയിലും ചുമതലയിലുമുള്ള ITI ചാനലുകളിലൂടെ നടത്തിയ അപകീർത്തിപരമായ പരാമർശങ്ങൾക്കെതിരെ തിരുവനന്തപുരം ലൂർദ് മാതാ ട്രസ്റ്റും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലും തിരുവനന്തപുരം മുൻസിഫ് കോടതിയിൽ 1643/2024 നമ്പറായി കേസ് ഫയൽ ചെയ്തിരുന്നു. സുനിൽ മാത്യു ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ച 23 വീഡിയോകളും വാദിഭാഗത്തു നിന്നും കോടതിയിൽ ഹാജരാക്കി. അവയുടെ വിശദാംശങ്ങൾ പരിശോധിച്ചും ഇരു കക്ഷികളുടെയും വാദം കേട്ടും കോടതി ഇൻജക്ഷൻ ഹർജി തീർപ്പ് കൽപ്പിച്ചു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും കേരള ഹൈക്കോടതിയുടെയും വിധിന്യായങ്ങൾ ഉദ്ധരിച്ച് ഭരണഘടന നൽകുന്ന സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും മറ്റൊരാളെ അപമാനിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. കേസിന് ആസ്പദമായ വീഡിയോകൾ പ്രഥമദൃഷ്ട്യാ അപകീർത്തിപരവും വാദികളുടെയും സ്ഥാപനത്തിന്റെയും സൽപ്പേരിനെ ബാധിക്കുന്നതാണെന്നും ഇതവർക്ക് അപരിഹാര്യമായ ബുദ്ധിമുട്ടുകൾക്ക് ഇടയാക്കിയിട്ടുണ്ടെന്നും ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിലൂടെ വ്യക്തമാക്കി.